അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ സ്വന്തം മീൻ കറിയുടെ ലോകത്തിലേക്കാണ് കേട്ടോ കൊണ്ടുപോകാൻ പോകുന്നത്. എങ്കിൽ പിന്നെ തൊപ്പിയും ഷർട്ടും വെച്ച് സീരിയസ് ആക്കണ്ട. ബിക്കോസ് ദിസ് ഈസ് നോട്ട് മാസ്റ്റർ ഷെഫ്, ഇറ്റ് ഈസ് മുത്തശ്ശി ഷെഫ്. ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഫിഷ് ഏകദേശം ഒരു 500 ഗ്രാംസിൻ്റെ അടുത്ത് വരും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളി അരിഞ്ഞത്, ഒരു 2-3 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നടുവിൽ കീറിയത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചോപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. സാധാ വെള്ളത്തിലാക്കി വെച്ചാലും മതി. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കഴിയുന്നതും മീൻ കറി മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ. കാരണം മൺചട്ടിയിൽ കിട്ടുന്ന ടേസ്റ്റ് വേറെ എവിടെയും കിട്ടൂല. ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുമ്പോഴേക്കും ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി സോട്ടേ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നന്നായി വെന്തുടയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് ഒരു 5-6 സെക്കൻഡ് വരെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അല്ല എങ്കിൽ നമ്മൾ മസാലക്കൂട്ടില്ലേ അതെല്ലാം കൂടി കരിഞ്ഞു പോകും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് മസാല എടുത്തിട്ട് നമ്മൾ മിക്സർ ജാറിലിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് ഞാൻ നമ്മളെ പുളിവെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്ലീൻ ആക്കി വെച്ച ഫിഷ് കൂടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. ഓവറാക്കി ഇട്ട് ഇളക്കണ്ട കേട്ടോ, എങ്കിലും നമ്മൾ മീനെല്ലാം കൂടി പൊടിഞ്ഞു പോകും. ഫിഷ് കുക്കാകുമ്പോഴേക്കും നമ്മൾ തേങ്ങൻ്റെ അരപ്പ് സെറ്റാക്കി വെക്കാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം മാറ്റി വെച്ച മസാല ഇല്ലേ അതും പിന്നെ ചിരകിയ തേങ്ങയും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മസാലക്കൂട്ട് എടുത്തിട്ട് നമ്മൾ തേങ്ങൻ്റെ അരപ്പിൽ അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങൻ്റെ അരപ്പ് റെഡിയായി. ഇനി ഈ അരപ്പ് നമ്മൾ ഡയറക്റ്റ് ഫിഷിലോട്ട് ആഡ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ അതേ മിക്സർ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലോണം വടിച്ചെടുത്ത് ആ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നല്ലേ. അപ്പോൾ അതാ എൻ്റെ ഉമ്മ ഏതോ ഒരു തുണിയെടുത്ത് കറി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ദയവായി സ്പൂൺ ഇട്ട് ഇളക്കി കൊളാക്കരുത്. ലാസ്റ്റ് കറി ഏതാ മീൻ ഏതാന്നുള്ള അവസ്ഥയായിപ്പോൾ. ഇനി കറിയിൽ തിള വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില കൂടി ഇട്ടാൽ സംഭവം റെഡി ആയിട്ടോ. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഡിംപിൾ ആൻഡ് ഹംബിളായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മീൻ കറി ഇട്ടാൽ ചോറും തീരും, പഴം പിടിച്ച മാമനും വരും. ഈ കറി നല്ല ചൂട് ചോറും ബീട്രൂട്ട് തോരനും മീൻ പൊരിച്ചതിൻ്റെയും കൂടെ പെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ കഴിക്കുന്നത്. ഇങ്ങനെയുള്ള അടിപൊളി റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.